ബേസിക് എക്സൽ ട്യൂട്ടോറിയലിലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോം റിബണിലെ അലൈൻമെൻറ്റ് ടാബിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്കൊരു സെല്ലിലെ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിലെ തന്നെ ഡാറ്റകളെ അലൈൻ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. അതിനായി ഇപ്പോൾ ഒരു സെല്ലിലെ ടെക്സ്റ്റിനെ എങ്ങനെ അലൈൻ ചെയ്യാമെന്നുള്ളതിനായി നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തായി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അലൈൻ, ടോപ്പ് അലൈൻ, സെൻറ്റർ, മിഡിൽ അലൈൻ ആൻഡ് ബോട്ടം അലൈൻ. അതേപോലെ അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ് എന്നുള്ള 3 ഓപ്ഷൻ വേറെയും കാണാം. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ഒരു സെല്ല് സെലക്ട് ചെയ്തു. അലൈൻ ടോപ്പ് അലൈൻ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സെല്ലിലെ ഡാറ്റ ടെക്സ്റ്റ് ടോപ്പിലായി മാറിയിരിക്കുകയാണ്. അതേപോലെ അലൈൻ സെൻറ്റർ, അലൈൻ ബോട്ടം, മിഡിൽ, ലെഫ്റ്റ്, റൈറ്റ്. ഇതേപോലെ നമുക്ക് ഒരു സെല്ലിലെ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ എൻ്റയർ ഷീറ്റിലെ ഡാറ്റകളെ നമുക്ക് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ ഡാറ്റകളും സെൻറ്ററായി ഇതേപോലെ ഡാറ്റ സെൻറ്റർ അലൈൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലുകൾ എല്ലാം തന്നെ സെൻട്രലായിട്ട് അലൈൻ ആയി ഇരിക്കുകയാണ്. ഇനി ഇവിടെയുള്ളൊരു ഓപ്ഷനാണ് ഈ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിലെ ടെക്സ്റ്റിനെ ഇതേപോലെ ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസും വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടെല്ലാം നമ്മുടെ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനായി നമുക്കൊന്ന് ക്ലോക്ക് വൈസ് സെലക്ട് ചെയ്താൽ ഇപ്പോൾ കാണാം നമ്മുടെ ടെക്സ്റ്റ് ഇതേപോലെ സെല്ലിലെ ടെക്സ്റ്റ് ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് രീതിയിൽ അലൈനായി നിൽക്കുന്നത്. വെർട്ടിക്കലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് താഴോട്ടായിട്ട് ഇവിടെ കാണാം. നമുക്ക് ഫസ്റ്റ് നെയിം എന്നുള്ളത് വെർട്ടിക്കലായി നിൽക്കുകയാണ്. ഓക്കെ, ഇത്രയും രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെയുള്ളത് റാപ്പ് ടെക്സ്റ്റ്. ഈ ഒരു ഡിക്രീസ് ഇൻഡൻറ്റും ഇൻക്രീസ് ഇൻഡൻറ്റും നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി വളരെ ഡീറ്റെയിൽസ് ആയി പറയാം. അതിനു മുൻപായിട്ട് നമുക്ക് റാപ്പ് ടെക്സ്റ്റ് ആൻഡ് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. അതിനായി നമുക്കിവിടെ ഒരു ഇതുപോലെ നമ്മൾ ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഈ സെല്ലിൽ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് അടുത്ത് ആയിട്ടുള്ള സെല്ലുകളിലേക്ക് എക്സ്റ്റെൻഡായി നിൽക്കുന്നത്. എന്നതിനർത്ഥം ഇവിടെ 2 സെല്ലുകളിലായിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഇവിടെ സേവ് ചെയ്തിരിക്കുന്നത് എന്നല്ല. നമ്മൾ ഏത് സെല്ല് സെലക്ട് ചെയ്തായിരുന്നോ ടൈപ്പ് ചെയ്തത് ആ സെല്ലിലാണ് ഡാറ്റ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്താൽ ഇവിടെ ഫോർമുല ബാറിലായി നമ്മൾ ആ സെല്ലിൽ ടൈപ്പ് ചെയ്ത ബേസിക് എക്സൽ ട്യൂട്ടോറിയൽ എന്നുള്ളത് ഇവിടെ കാണാം. അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്താൽ ഫോർമുല ബാറിൽ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. കാരണം ഈ സെല്ലിൽ ഒന്നും തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടില്ല. നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലിലാണ് സേവ് ആയിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സാഹചര്യത്തിലാണ് നമുക്ക് റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള അലൈൻമെൻറ്റിലെ ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തുന്നത്. അതിനായി നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം റാപ്പ് ടെക്സ്റ്റ് അടിച്ചാൽ ഇത് എല്ലാം കൂടെ ഒരു സെല്ലിലേക്കായി മാറിയിരിക്കുകയാണ്. നമ്മളിവിടെ മറ്റു സെല്ലുകളിലേക്കായി എക്സ്റ്റെൻഡ് ചെയ്തിരുന്ന എക്സൽ ട്യൂട്ടോറിയൽ എന്നുള്ള ടെക്സ്റ്റുകളെ എല്ലാം കൂടെ ഒരു സെല്ലിലേക്കായി സേവ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുമ്പോൾ 2 സെല്ലുകളെ അല്ലെങ്കിൽ 2 അതിലധികമുള്ള സെല്ലുകളെ ഒന്നായി സെലക്ട് ചെയ്തുകൊണ്ട് ഒറ്റ സെല്ലാക്കി മാറ്റുന്നതിനാണ് മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്നത്. അതിനായി ഇവിടെ ഇപ്പോൾ 2 സെല്ലുകളിലേക്കായി നിൽക്കുന്ന ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് മെർജ് ചെയ്യാൻ സെല്ലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം
മെർജ് ആൻഡ് സെൻറ്റർ എന്നതിനെ സെലക്ട് ചെയ്താൽ ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇതൊരു സെല്ലായി മാറിയിരിക്കുകയാണ്. ഇത് മുഴുവനായിട്ട് ഇവിടെ ഒരു സെല്ലായിട്ട് നമ്മുടെ ഫോർമുല ബാറിൽ ആ ഒരു സെല്ല് മുഴുവനായിട്ട് നമുക്ക് അവിടെ കാണാം. അല്ലാതെ മറ്റു സെല്ലുകളിലേക്ക് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ട് ഡാറ്റ കിടക്കാതെ ഒറ്റ സെല്ലിലായി നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഡാറ്റാസ് അവിടെ സേവ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് റാപ്പ് ടെക്സ്റ്റ് ആൻഡ് മെർജ് ആൻഡ് സെൻറ്റർ അലൈൻമെൻറ്റ് ടാബിലെ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി വളരെ ഡീറ്റെയിൽസ് ആയി പറയാം. ഇനി അടുത്തൊരു ക്ലാസ് വരാം. നമ്മൾ സെൽഫ് ഫോർമാറ്റുകളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ക്ലാസ്സാണ് അടുത്തത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഈ ചാനലിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കേൾക്കാത്തവർ കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ടതിന് ശേഷം പുതിയ വീഡിയോകൾ കാണുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.